ബീഹാറിൽ രാഷ്ട്രീയ കരുനീക്കങ്ങൾ. ബീഹാറിൽ മഹാസഖ്യത്തെ പിളർത്തി സർക്കാർ രൂപീകരിക്കാൻ നീക്കവുമായി BJP രംഗത്ത്. ഇന്നും നാളെയും ചേരുന്ന BJPയുടെ എക്സിക്യൂട്ടീവ് യോഗം നിർണായക പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്നറിയുന്നു. എന്നാൽ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ BJPയിൽ കടുത്ത ഭിന്നത ഉടലെടുത്തു കഴിഞ്ഞുവെന്നാണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും തത്സമയം ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഡൽഹി എങ്ങനെയുണ്ട് രാധാകൃഷ്ണൻ കാലാവസ്ഥയിൽ? ഗുഡ് മോർണിംഗ് എസ് കെ. ഡൽഹി നല്ല തണുപ്പാണ്. ഇപ്പോഴും തണുപ്പ് നന്നായിട്ട് തന്നെ തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളൊക്കെ മാറ്റിയപ്പോൾ കൂടുതൽ സഞ്ചാരികളടക്കമുള്ളവർ ഡൽഹിയിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ ഈ ടൂറിസം സീസണാണ് ഡൽഹിയെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ്. പക്ഷേ ഈ തണുപ്പ് പ്രശ്നമാകുന്നത് ഇവിടെ ഈ പുകമഞ്ഞ് വ്യാപിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയല്ല. ഇന്ന് കുറച്ച് കുറവാണ്. പക്ഷേ ഇന്നലെ അടക്കമുള്ള ദിവസങ്ങളിൽ പല മേഖലകളിലും അത് വിമാന സർവീസിനെ അടക്കം ബാധിക്കുന്ന വിധത്തിലേക്ക് വലിയ രീതിയിൽ പുകമഞ്ഞ് വ്യാപിച്ചിരുന്നു. അതാണ് ഒരു പ്രശ്നം. ഇപ്പോൾ ഈ തണുപ്പ് നിറഞ്ഞു നിൽക്കുന്നു. രാഷ്ട്രീയ മേഖലയിൽ നോക്കുകയാണെങ്കിൽ നല്ല ചൂടുണ്ടെങ്കിലും ആ തണുപ്പ് ശക്തമായിട്ട് ഡൽഹിയിൽ നിൽക്കുകയാണ് എസ് കെ. ഓക്കെ, ഇനി വാർത്തയിലേക്ക് വന്നാൽ ബീഹാറിൽ യഥാർത്ഥത്തിൽ ഈ അപ്രതീക്ഷിതമായൊരു നീക്കമാണല്ലോ നിതീഷ് കുമാർ നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചത് അധികാരം മാത്രമാണോ രാധാകൃഷ്ണൻ? എസ് കെ, നമ്മുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടും മികച്ച കലാപരിപാടികളാണ് അവിടെ തയ്യാറാക്കുന്നതെങ്കിൽ ഈ ബീഹാറിൽ നിതീഷ് കുമാർ കാണിക്കുന്നത് നല്ല ഒന്നാന്തരം നാടകമാണ്. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് അങ്ങനൊരു വിമർശനമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എസ് കെ ചോദിച്ചതുപോലെ നിതീഷ് കുമാറിനെ അധികാരമാണോ ഇതിനു വേണ്ടി താല്പര്യപ്പെടുത്തിയത് എന്ന് പറയുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം, BJPയോട് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം എന്താണ് എന്ന് നമുക്ക് നേരിട്ട് പറഞ്ഞിട്ടുള്ളതോ അഥവാ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ പോലും ഈ സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന സൂചന അനുസരിച്ച് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി തുടർന്ന് പോവുക എന്നുള്ള ഒരു താല്പര്യം മാത്രമാണ് നിതീഷ് കുമാറിനുള്ളത്. സാധാരണഗതിയിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന് ഭൂരിപക്ഷം ലഭിക്കുന്ന പാർട്ടിയുടെ നേതാവ് മുഖ്യമന്ത്രിയായി മാറുക എന്നുള്ളതാണ് പതിവ്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന്റെ പാർട്ടിക്ക് JDUവിന് BJPയോളം സീറ്റ് നേടാനായിട്ട് സാധിച്ചില്ല. അന്നേരം BJP നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായിട്ട് അംഗീകരിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. നിതീഷ് കുമാറിന് ഇവിടെ BJP തന്റെ പാർട്ടിയെ ശുഷ്കമാക്കുമെന്ന് തോന്നിയ ഒരു ഘട്ടത്തിൽ നിതീഷ് കുമാർ തിരിച്ച് RJDയിലേക്ക് പോയി. ഇപ്പോൾ JDUവിൽ ചില അതൃപ്തരായിട്ടുള്ള MLAമാരുണ്ട്. അവരുടെ സപ്പോർട്ടോടുകൂടി RJD നിതീഷ് കുമാറിനെ മാറ്റി തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കി വീണ്ടും സർക്കാർ ഉണ്ടാക്കും എന്നുള്ളൊരു നിലപാട് അദ്ദേഹത്തിന് തോന്നിയപ്പോഴാണ് ഇപ്പോൾ നിതീഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഈ വിധത്തിലുള്ള ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം പ്രതീക്ഷിച്ചത് വലിയ രീതിയിലായിരുന്നു. അദ്ദേഹത്തിന് ഈ UPയുടെ കൺവീനറാകാനായിട്ട് സാധിക്കും, ഒപ്പം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നരേന്ദ്രമോദിക്കെതിരെ രംഗത്ത് വരാൻ സാധിക്കും എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷ. പക്ഷേ അതൊന്നും നടന്നില്ല. അതുകൊണ്ട് നിരാശ ബാധിച്ച നിതീഷ് കുമാർ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഈ കോൺഗ്രസിൻ്റെയും പവാറിനെ പോലെ, പവാറാണ് അദ്ദേഹത്തെ ഏറ്റവും അധികം പിന്തുണച്ചത്. അദ്ദേഹത്തിന് പല ഘട്ടങ്ങളിലും ഈ ചെയർമാൻ അടക്കം ഉള്ള സീറ്റുകളിലേക്ക് പവാറിനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിൻ്റെ പിന്തുണ പല ഘട്ടങ്ങളിലും ഈ നിതീഷ് കുമാർ ആസ്വദിച്ചതാണ്. പക്ഷേ പവാറും സോണിയാഗാന്ധിയും സീതാറാം യെച്ചൂരിയും വിളിച്ചിട്ട് ഇന്നലെ അദ്ദേഹം ഫോൺ പോലും എടുക്കാതെ ഉള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിതീഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളെ BJP വിലയിരുത്തുന്നുണ്ട്. ആ BJPയുടെ പക്ഷത്തും എന്നാൽ രണ്ടഭിപ്രായമുള്ളവരുണ്ട്. കേന്ദ്രമന്ത്രി നിത്യാനന്ദ റായിയെ പോലെയുള്ളവർ നിതീഷ് കുമാറിനെ ഒപ്പം ചേർത്തിട്ട് ഒരു സർക്കാർ രൂപീകരിക്കേണ്ട എന്നൊരു അഭിപ്രായത്തിലാണ് ഉള്ളത്. പക്ഷേ മറുവിഭാഗം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവസരങ്ങളാണ് നോക്കേണ്ടത്. ജാതി സെൻസസിനെ പോലെയുള്ള ഒരു സുപ്രധാന രാഷ്ട്രീയ ആയുധം നിതീഷ് കുമാർ കയ്യിൽ വെച്ച് നിൽക്കുമ്പോൾ അതിനെതിരെ BJP ഇപ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു എതിർ സമീപനം എടുക്കേണ്ട എന്നൊരു അഭിപ്രായമാണ് മറുവിഭാഗത്തിനുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ BJPയിൽ തുടരുകയാണ്. ഇന്ന് ആരംഭിക്കുന്ന പട്നയിൽ ആരംഭിക്കുന്ന യോഗം അതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തും. ഏതായാലും നാളെയോടുകൂടി ഈ കാര്യത്തിൽ ഒരു നിതീഷിന്റെ അടുത്ത നീക്കം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തതയുണ്ടാകും. എസ് കെ. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ. ഡൽഹിയിലെ ബാരക്കമ്പ റോഡിൽ നിന്നാണ് രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേർന്നത്.